സാറേ എൻ്റെ സീനിയർ ഓഫീസറാണ്. പക്ഷെ എന്തെങ്കിലും അവിടെ പോയി പറ്റിക്കഴിഞ്ഞാലേ എൻ്റെ കൊച്ചിന് തള്ളയില്ലാതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇന്നേ ഒരു വിശേഷമുള്ള ദിവസം. ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ടു സർ. താങ്ക് യു. എന്തോരെ ഓവറാക്കണേ. ബർത്ത്ഡേക്ക് ആയി സല്യൂട്ട് അടിക്കും സാർ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ എല്ലാവർക്കും എൻ്റെ വക ഇന്ന് വൈകിട്ട് ചെലവുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ എത്തണം. ഓക്കെ. വെള്ളടിക്കുന്ന ആണുങ്ങൾക്ക് മാത്രമേ ചെലവുള്ളൂ സാർ. ഒരു കാര്യം ചെയ്യും, എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു 2 ദിവസം അല്ല 3 ദിവസം ലീവ് കൊടുക്കും പോരെ? കാരണം എല്ലാ മാസം ബർത്ത്ഡേ ഉണ്ടാവട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. ഓക്കെ ശരി ശരി. ആവശ്യമൊക്കെ വലിച്ച് കയറണം കേട്ടോ. അത് ആവശ്യം നമ്മൾ ഈ കോളേജ് പെപ്സിയൊക്കെ അടിക്കുള്ളൂ, വേറെ ഒന്നും നമ്മൾ കഴിക്കാറില്ല. നാളെ ഇനി വരാണ്ടിരിക്കും ഇങ്ങോട്ട്. ഇന്നത്തെ ഉത്സവം കഴിഞ്ഞിട്ട് SIയുടെ പാർട്ടി ഇയറായിരിക്കും. മൂത്രം ഒഴിച്ച് ഭണ്ഡാരടങ്ങും. എനിക്ക് വേറെ വല്ല വാങ്ങി വെച്ചോളി. തടി കുറച്ച് കൂടി, പിന്നെ കുറച്ചാൽ പിന്നെ അയ്യാവും. ആ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ പറയും അടിച്ച് മാറ്റണം. ഇത് മറന്നു വെച്ചിട്ട് പോയത്. ഇപ്പോൾ കൊടുത്താലും പറയും അടിച്ച് മാറ്റിയത്. കുറച്ച് പഠിക്കിട്ട് ഇങ്ങനെ പറയും പാടില്ലല്ലേ. ഇപ്പോഴും നമ്മളെ കുറ്റം പറയും. ഇതുണ്ടോ? You have received a new WhatsApp message. ലൊക്കേഷൻ വന്നല്ലോ. പോയിട്ട് വരാം. ഇവിടെ കാണുമല്ലോ. ഹേ ഗായ്സ്, എൻ്റെ പേര് അഭിഷേകാണ്. ഞാൻ നാട്ടിന് കോൺഫിഡൻറ്റ് ലേണിംഗ് സൊല്യൂഷൻസ് ത്രൂ ആണ് UK എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്ന് നോക്കണേ. അപ്പോൾ അവർ എല്ലാം വിധം സപ്പോർട്ടും നല്ല സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഡ്മിഷൻ കിട്ടാനും റീലൊക്കേറ്റ് ചെയ്യാനും പാർട്ട് ടൈം ജോലി തപ്പാൻ ഭയങ്കര സിമ്പിളായിരുന്നു അവരുടെ സപ്പോർട്ട് കാരണമുണ്ട്. അതുകൊണ്ട് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് കോൺഫിഡൻറ്റ് ലേണിംഗ് സൊല്യൂഷൻസ് ടു ഓൾ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്. കട്ടന്റെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. UK, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനവും ജോലിയും സ്ഥിരതാമസവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ബ്രിട്ടീഷ് കൗൺസിൽ അംഗീകാരമുള്ള 0 ഏജൻസി ഫീസുള്ള കോൺഫിഡൻറ്റ് ലേണിംഗ് സൊല്യൂഷൻസ് തന്നെയാകട്ടെ നിങ്ങളുടെ ചോയ്സ്. അതെ, പഠനത്തോടൊപ്പം മികച്ച പാർട്ട് ടൈം പ്ലേസ്മെന്റും മറ്റെല്ലാ സഹായങ്ങളും 100% ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്ന കോൺഫിഡൻറ്റ് ലേണിംഗ് സൊല്യൂഷൻസിന്റെ സേവനം കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ മറക്കണ്ട, താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. അതോടൊപ്പം കട്ടൻ 100 എന്ന് കോഡ് പറഞ്ഞ് ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ മികച്ച സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി പണച്ചിലവില്ലാതെ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഇയാളത് എവിടത്തെ ലൊക്കേഷനാണ് അയച്ചു തന്നത്? ഏത് ഗുലാമി പൊളിച്ചു. ओके तो एल्बम में डाल. ओके मैं डालेगा. फिर उधर जाके कॉल करना है. ओके ओके एक ही टाइम में. അയ്യോ, കള്ളൂരി സഭയിൽ നിന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ലൊക്കേഷൻ മാറിപ്പോയി. ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഓക്കെ സോറി. ഗുഡ് നൈറ്റ്. സാറേ ഉമ്മാരൊക്കെ തീവ്രവാദികളാ സാറേ. എന്നെ രക്ഷിക്കും സാറേ. ഞാനാ സാറിന് ലൊക്കേഷൻ അയച്ചു തന്നെ. എടാ മഹാഭാവി, തീവ്രവാദ ലൊക്കേഷൻ വിഷുവിന്റെ തോക്ക്. ഞാൻ പോലീസാണ്.
മര്യാദക്ക് എന്നാലും ഓമനെ താൻ പണി പറ്റിച്ചല്ലോ. ഞങ്ങൾ വെള്ളം അടിക്കാൻ പോയ നേരത്ത് താൻ കേസ് കളിക്കാൻ പോയി. ഞങ്ങൾക്ക് സസ്പെൻഷൻ, തനിക്ക് പ്രമോഷൻ. ഒരു കാര്യം ചെയ്യ്, കൊടുത്തോ ഒരു സല്യൂട്ട്. ബിജു അന്ന് സാർ ഒരുമാതിരി നമ്മളെ അത് തരുമ്പോൾ സ്റ്റൗട്ടാണ് തന്നെ സാർ. ബിജു സല്യൂട്ട്. സാർ ഇതെന്തോ പന്തികളുണ്ട് സാർ. ഇത് ഈ ശിക്കാരി ചമ്മൂന് പറ്റിയ പോലെ എന്തോ ഒരു പറ്റാ, അല്ലാണ്ട് ഇത് വലിയ കാര്യമൊന്നുമല്ല. താനെന്താണോ ബിജുവിനെ കൂട്ടായിരുന്നു ഈ കേസ് കളിക്കാൻ പോയപ്പോ? സാറേ എൻ്റെ സീനിയർ ഓഫീസറാണ്. പക്ഷേ എന്തെങ്കിലും അവിടെ പോയി പറ്റിക്കഴിഞ്ഞാലേ എൻ്റെ കൊച്ചിന് തള്ളയില്ലാതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതാണ് ആരോടുള്ള സ്നേഹം കൊണ്ടാണ്. കൊടുക്കൊരു സല്യൂട്ട്. കറക്റ്റ്, അതാണ്. യൂസ്ലെസ് എന്താ കാര്യം പറ. എന്റെ പൈസ പോയി മക്കളെ, 10 ലക്ഷം പോയി. 10 ലക്ഷം രൂപ എങ്ങനെ പോയി? ഒരു പെണ്ണ് വിളിച്ച് എന്റെ ഇങ്ങനെ പറഞ്ഞ് അവളെ എന്നെ സ്വീകരിച്ചെടുത്ത് വൈദ്യത്തിലാക്കി. സ്വഭാവം എങ്ങനെയുണ്ട്? എന്റെ പൈസ എത്ര രൂപ? 5 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ വാങ്ങിയത് വെള്ളിമുഖം വാങ്ങിക്കാൻ വേണ്ടി 5 ലക്ഷം കൊടുത്ത് അത് പോയി. എങ്ങനെയുണ്ട്? എന്റെ പൈസ, അയ്യോ എന്റെ മോളെ, എനിക്ക് എന്റെ പൈസ കിട്ടുമോ? നാണക്കണല്ലേ ചെയ്തൊക്കെ. എന്തിയെ പോക്ക് എനിക്കല്ലേ എടുത്ത് തിഞ്ചാൻ കൂടിയല്ലേ പടച്ചോളൂ. അല്ല പിന്നെ എടീ ഇതിപ്പോ എന്ത് അവസാനം നമ്മളെടുത്ത് എന്ത് ചെയ്യണം? ഇതെങ്ങാനും ആരെങ്കിലും പുറത്തിറങ്ങിയ അകത്തായി പോവും. ഇനി ആവർത്തിക്കില്ല മോളെ, ആവർത്തിക്കില്ല, ഇനി ആവർത്തിക്കില്ല. വരാന്ന് സാറേ, ആവർത്തിക്കില്ല. പോട്ടെ മോളെ. കടങ്ങാ പോ. ബിജു വിഷമിക്കണ്ട. വേണമെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അതിൻ്റെ ആവശ്യമുണ്ടോ? നാട്ടെ കേസാണ്, പത്രത്തിലേക്ക് വരും. വിട്ടേക്കല്ലേ അല്ലേ? അങ്ങനെ തള്ളികളെ. ബിജു നീ വിഷമിക്കാതെ. എനിക്ക് ഇതിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ നീ ഞെട്ടരുത്. പിന്നെ നീ ഉദ്ദേശിക്കുമ്പോൾ ഈ തന്നക്കിളവന് ഒരു പെണ്ണും പറ്റിച്ചിട്ടൊന്നുമില്ല. എവിടെ നമ്മുടെ ലിസയുടെ പിറകെ നടന്നൊരു ഉണക്കക്കിളവൻ കാമുകയെ ശല്യപ്പെടുത്തുന്നത് എനിക്ക് അറിഞ്ഞൂടെ? ആര്? ആരെന്നറിയില്ല. ഫോൺ വിളിച്ചേക്കെ. ആരെന്നറിയാം? നിന്റെ തന്ത ഈ കളവൻ. ഞാൻ ഇത്രയും കാലം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. എപ്പോഴും ശല്യപ്പെടുത്താറ്, എന്നും രാത്രിയിലും രാവിലും ഒക്കെ. എന്നിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നത്. കരയൊന്നും വേണ്ട.
ഇയാളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല. ഇനി ഇത് ആവർത്തിക്കും. ഇങ്ങേരെ ജീവിതത്തിൽ ഇങ്ങേർക്ക് പൈസയാണ് മുഖ്യം. ആ പൈസ ഇയാളെ കയ്യിൽ നിന്ന് പോകണം. ആ മോക്ക് വിദേശത്ത് പോയി പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഒരുപാട് കാശ് ചിലവാകുന്ന കാര്യം പറഞ്ഞില്ലേ, ആ കാശ് നമുക്ക് ഇയാളെ നൽകണം. ഇയാൾ എന്നെ കുറേ വലിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ പാവമൊന്നുമില്ല, ഇഷ്ടംപോലെ കാശ് ഇയാളെ കയ്യിലുണ്ട്. ആ കാശ് നമ്മൾ എടുക്കുന്നു. എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞ കേട്ടാൽ മതി. പിന്നെ ഇത് കൂടാതെ വേറെ മുട്ടം പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, മോക്ക് സ്റ്റുഡൻസ് വിസയല്ലേ വേണ്ടത്? അതിനുള്ള ആൾക്കാർ നമ്മളെ കയ്യിലുണ്ട്. കലൂര് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അവിടെ പോയി മോൾ പഠിക്കും. നല്ല പാരമ്പര്യമാണ്, 10-25 വർഷം പഴക്കമുള്ള സംഭവമല്ലേ. പിന്നെ വേറെ എന്തുകൊണ്ടുണ്ട്, കോൺഫിഡൻറ്റ് ലേണിംഗ് സൊല്യൂഷൻസ്, UK കമ്പനിയാണ്. അവിടെ മാത്രമല്ല ഇവിടെയുണ്ട്. പിന്നെ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ഏജൻസി ഫീസ് ഒന്നും കൊടുക്കില്ല. നേരെ പുരോഗി നീ വിഷമിക്കണ്ട കേട്ടാ, കരയല്ലേ. എപ്പോഴും തന്തേരെ കൂടെ നിൽക്കും. എന്ത് ചെറ്റത്തരം കാണിച്ചാലും ചാവായി. പറയണ്ട, നീ ഓർഡർ ഇട്ടാ അയാളെ ഇവിടെ വെച്ചോല്ല. അയ്യപ്പനായി പോയില്ലേ. ഓമനെ എന്തായാലും നന്നായി. അതുകൊണ്ട് ആ കുട്ടിക്കൊരു ജീവിതം കിട്ടിയല്ലോ അല്ലേ. പിന്നെ അച്ഛൻ കാണിച്ച തുഷ്ടത്തരത്തിന് അച്ഛൻ്റെ 10 ലക്ഷം പോയാൽ പോരാ. അക്കാര്യം ഞാൻ എൻ്റെ എത്തി. ഇനി അക്കാര്യം അല്ല, നോക്കിക്കോളാം, പോവാതെ നോക്കിക്കോളാം. ശരിക്കും എനിക്ക് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ ഓമന മൊത്തത്തിൽ ഹീറോ അല്ലേ. ഇതെന്താ വന്നു ഹീറോ? ഇനി ഈ സംഭവങ്ങൾ കിടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോഴും ഹീറോ ഞാൻ തന്നെ. അതെന്ത് സംഭവം? വഴിയേ പറയാം. ഇയാളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല. ഇനി ഇത് ആവർത്തിക്കും. ഇങ്ങേരെ ജീവിതത്തിൽ ഇങ്ങേർക്ക് പൈസയാണ് മുഖ്യം. ആ പൈസ ഇയാളെ കയ്യിൽ നിന്ന് പോകണം. Douglas.